ഓം അർപ്പണ്യദോഷോപഗതസ്വഭാവകവൃക്ഷാമതാം ധർമ്മസമൂഢചേതക ശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഖം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിൽ 21-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. പുരുഷ പ്രകൃതിസ്ഥദോഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസങ്കോസ്യ സദസ്യോദ്യനു ജന്മസു. പുരുഷൻ പ്രകൃതിയിൽ സ്ഥിതി ചെയ്തിട്ട് പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങളെ അനുഭവിക്കുന്നു. ഇവന്റെ അഥവാ പുരുഷന്റെ ഇന്ദ്രിയങ്ങളോടുള്ള സംബന്ധമാണ് ഉത്കൃഷ്ടവും നീചവുമായ യോനികളിൽ ജനിക്കാൻ കാരണമാകുന്നത്. പുരുഷൻ അഥവാ ജീവാത്മാവ് ദേഹത്തിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖാദികളെ അനുഭവിക്കുന്നു. അതായത് ജീവാത്മാവ് ഈ ശരീരത്തിൽ ദേഹത്തിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖാദികളെ നമുക്ക് അനുഭവസ്ഥമാക്കുന്നു. ദേഹേന്ദ്രിയങ്ങളുടെ ചേർച്ചയാണ്, ഇന്ദ്രിയ അനുഭവങ്ങളിലുള്ള ആസക്തിയാണ് ഉത്കൃഷ്ടമോ നീചമോ ആയ യോനികളിൽ ജനിക്കാനിടവരുന്നത്. അപ്പം ജന്മാനുജന്മങ്ങളുണ്ടോ എന്ന സംശയം ഇവിടെ തീർക്കുകയാണ്. അതായത് ജന്മാനുജന്മങ്ങൾക്ക് തന്നെ കാരണമായി ഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്വൈത ഭാവത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ ബ്രഹ്മത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ജനന മരണങ്ങളില്ല, ജനന മരണങ്ങൾക്ക് ബാധകമല്ല. എന്നാൽ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ശരീരമാണ് അതിന് കാരണമായി ഭവിക്കുന്നത്. അതിൻ്റെ ഗുണങ്ങളാൽ ഉണ്ടാകുന്ന അനുഭവത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന ഇന്ദ്രിയ സംബന്ധമായിട്ടുള്ള അറ്റാച്ച്മെന്റ് അഥവാ മമതാബന്ധം, അതാണ് കാരണമായിക്കൊണ്ട് വീണ്ടും ശ്രേഷ്ഠമായ ജന്മത്തിലേക്കോ ഇല്ലെങ്കിൽ നീചമായ ജന്മത്തിലേക്കോ പോകാനിടവരുന്നത്. അതായത് നമ്മുടെ സ്വഭാവമാണ് കാരണം എന്നർത്ഥം. യഥാർത്ഥത്തിൽ നമ്മളിൽ പ്രകടമാകുന്ന സ്വഭാവവും മായയാകുന്ന മൂലപ്രകൃതിയുടെ 3 ഭാവങ്ങളാകുന്ന സത്വരജ തമോ ഗുണങ്ങൾ, അത് ആണ് നമ്മുടെ ജന്മാനുജന്മങ്ങൾക്ക് കാരണമാകുന്ന സ്വഭാവത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അപ്പൊ നമ്മൾ സുഷുപ്തിയിൽ കിടന്നുറങ്ങുമ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങും, എഴുന്നേറ്റ് വന്നാൽ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ആക്ടിവിറ്റീസ് തുടങ്ങിയാൽ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഏതേത് സ്വഭാവം എന്തിലാണോ, ഏതേത് ഭൗതിക വിഷയങ്ങളിലാണോ ചിന്ത തന്നെ ഉണ്ടായിരുന്നത്, ഉണർന്നു കഴിഞ്ഞാൽ അതേ വിഷയങ്ങളെ പറ്റി തന്നെ ആയിരിക്കും ചിന്തിക്കുക. അപ്പൊ ഉറങ്ങുമ്പോൾ ഇതൊന്നും അറിഞ്ഞൂല, സുഖമായിട്ട് ഉറങ്ങി. ഈ ഒരു വിഷയങ്ങളും നമ്മുടെ ഉറക്കത്തിന് തടസ്സമുണ്ടാക്കിയിട്ടില്ല. സുഷുപ്തിയിൽ ഉറങ്ങാന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും ഈശ്വരപ്രാപ്തി എന്ന് പറയുന്നത്. നമ്മൾ സുഷുപ്തിയിൽ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞാൽ ഈ പ്രാപഞ്ചികമായ എല്ലാ ബന്ധങ്ങളും, ശരീരബോധം, ചിന്ത, മനസ്സ്, വാക്ക്, പ്രവൃത്തി, ഇതെല്ലാം അതിൽ നിന്ന് മുക്തി നേടി ആ ബ്രഹ്മശക്തിയിലേക്ക്, ബോധത്തിലേക്ക് നമ്മൾ ലയിച്ചു ചേരുക ചെയ്യാം. അവിടെ യാതൊന്നുമില്ല, ശൂന്യത മാത്രമാണ്. അപ്പോൾ എഴുന്നേറ്റ് വന്നാലോ ഉണർന്നാലോ അപ്പൊ സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറയാം. അപ്പൊ യഥാർത്ഥത്തിലുള്ള സുഖം അനുഭവിക്കുന്നത് നമ്മൾ ഈ സുഷുപ്തിയിലാണ്. അപ്പൊ ഈ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സ്വഭാവം അനുസരിച്ച് ഏതേത് വിഷയങ്ങളിലാണോ, ഇന്ദ്രിയ വിഷയങ്ങളിലാണോ നമുക്ക് ആസക്തി ഇല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നത്, അതേ വിഷയങ്ങളിലേക്ക് തന്നെ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്ത, വാക്ക്, പ്രവൃത്തി എല്ലാം പ്രവേശിക്കും. ഇതാണ് ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗുണങ്ങളെ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ശരീര സംബന്ധമായിട്ടുള്ള മൂലപ്രകൃതി 24 ഘടകങ്ങളിൽ ഒരു ഐറ്റം തന്നെയാണ്, ഒരു ശക്തി തന്നെയാണ്, ഒരു തന്മാത്ര തന്നെയാണ്, ഒരു എസൻസ് തന്നെയാണ് നമ്മുടെ സ്വഭാവത്തെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന മൂലപ്രകൃതി. അതാണ് ഈ ത്രിഗുണങ്ങളെ പ്രകടമാക്കുന്നത്. ഈ ത്രിഗുണഭാവമാണ് നമുക്ക് ഈ 3 തരത്തിലുള്ള സ്വഭാവം ഉണ്ടാകാൻ കാരണം. അത് സാത്വികമാകാം, രാജസമാകാം, താമസമാകാം. ഒരു ദിവസത്തിൽ തന്നെ ഓരോ നിമിഷത്തിൽ ഈ 3 ഗുണങ്ങളുടെയും ഭാവം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ഗുണാതീത ഭാവത്തിലേക്ക് എത്തിയാൽ, അതായത് ഈ ത്രിഗുണങ്ങളുടെ ഭാവത്തെ തുല്യമായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചാൽ തന്നെ സമചിത്തത കൈവരും. അവിടെ സമാധാനം ലഭിക്കാനും തുടങ്ങും.
അപ്പൊ ആ സമചിത്തത വരുത്തിയാൽ ഭാവാദ്വൈതം എന്ന് പറയുന്നത് അതാ, നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന 3 ഭാവങ്ങളെ ഒന്നാക്കുക. സത്വരജ തമോഗുണങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്ന നമ്മുടെ സ്വഭാവത്തിൽ ഭാവന ദ്വൈതം എന്ന ഭാവത്തെ അദ്വൈതമാക്കി മാറ്റും. അതാണ് ഭാവാദ്വൈതം എന്ന് ഭാഗവതത്തിൽ പറയുന്നത്. അപ്പൊ ഈ ഭാവമാണ് പ്രശ്നം. നമ്മുടെ സ്വഭാവം, ഭാവം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരുടെ സ്വഭാവത്തെ, മറ്റുള്ളവരുടെ ഭാവത്തെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അത് നമ്മുടെ സ്വഭാവമാണ്. നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ സ്വഭാവമാണ്. അതുകൊണ്ട് ഈ ഭാവാദ്വൈതം എന്ന് പറഞ്ഞാൽ ഈ 3 ഗുണങ്ങളാൽ സമ്പന്നമായിരിക്കുന്ന പ്രകൃതിയാണ് മൂലപ്രകൃതി. ശരീരം പ്രകൃതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് കൊണ്ട് 24 ഘടകങ്ങളിൽ ഒന്നാണ് മൂലപ്രകൃതി. ഇതിൽ നിന്ന് ആർക്കും മുക്തനാകാൻ സാധ്യമല്ല. ഇത് മായാസ്വരൂപമായിട്ട് ജനിക്കുമ്പോൾ തന്നെ കൂടെ ഉണ്ടെന്നർത്ഥം. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, നമ്മൾ എന്ത് പ്രാർത്ഥിച്ചിട്ട് ഈശ്വരനിൽ നിന്ന് ഇഷ്ടഭോഗം നേടിയാലും, നമുക്ക് ഇഷ്ടമുള്ളത് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയാലും, അത് സന്തതി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭൗതിക വിഷയങ്ങളായിക്കോട്ടെ, അതെന്ത് കിട്ടിയാലും വേണ്ടില്ല, ഭഗവാൻ അനുഗ്രഹിച്ച് തഥാസ്തു ആത്മാർത്ഥമായ ഭക്തിയിലൂടെ തഥാസ്തു എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ഇഷ്ടമുള്ളത് തരും. ഈ ഇഷ്ടമുള്ള തരുന്നതോടൊപ്പം തന്നെ അതിനോടൊപ്പമുള്ള മായയും ഉണ്ടാകും. മായ എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ അവിദ്യാദി ദോഷങ്ങൾ. എന്ത് നന്മയുണ്ടോ അതിനോടൊപ്പം തിന്മയുണ്ടാകും. എന്ത് സത്യമുണ്ടോ ആ സത്യത്തോടൊപ്പം അസത്യവും ഉണ്ടാകും. എന്ത് ധർമ്മമുണ്ടോ ആ ധർമ്മത്തോടൊപ്പം അധർമ്മവും ഉണ്ടാകും. അപ്പൊ നമ്മള് സന്തതി തന്നെ ആഗ്രഹിച്ച് ജനിച്ചാൽ അതോടൊപ്പം തന്നെ അവിദ്യാദി ദോഷങ്ങളാകുന്ന ദോഷങ്ങളും ഉണ്ടാകും. അതാണ് ആത്മദേവൻ സന്തതിക്ക് വേണ്ടിയിട്ട്, ഇത് ഭാഗവതത്തിലെ മഹാത്മ്യത്തിൽ ആത്മദേവൻ സന്തതിക്ക് വേണ്ടിയിട്ട് സന്യാസിയുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ച് നമസ്കരിക്കുമ്പോൾ അദ്ദേഹം അത് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നിനക്ക് സന്തതി വേണമെന്നുള്ള ആഗ്രഹം, അതിയായ ആഗ്രഹം, അത് ആ ആഗ്രഹമാണ് നിന്നെ ഇത് ദുഃഖിപ്പിക്കുന്നത്. പക്ഷേ അതേ സന്തതി തന്നെ ആ ദോഷങ്ങളും കൂടി നീ അനുഭവിക്കേണ്ടി വരും. ഒരു സമയത്ത് നിനക്ക് തോന്നും ഇങ്ങനെയുള്ള സന്തതികൾ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് എന്നൊരു ചിന്തയിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അതായത് സന്തതിയെ ഇഷ്ടഭോഗമായിട്ട് കരുതി അത് കിട്ടിയാൽ ശ്രേഷ്ഠമാണെന്ന് കരുതിയാലും അതോടൊപ്പം ദോഷമുണ്ടാകുന്ന അർത്ഥം. അപ്പൊ നമ്മൾ എന്ത് വേണമെന്ന് ആഗ്രഹിച്ചാലും പ്രാർത്ഥിച്ചാലും ഇഷ്ടഭോഗങ്ങൾ കിട്ടിയാലും അതിൽ നിന്ന് അതിൻ്റെ ദോഷഫലങ്ങളും ഉണ്ടാകുന്ന അർത്ഥം. കാരണം അത് ഒട്ടിച്ചേർന്ന് ഒരേ നാണയത്തിന് തന്നെ 2 വശങ്ങളാണ്. അപ്പം അതില്ലാതെ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനിച്ചതിൻ്റെ ഗുണമുണ്ട്, ആ ഗുണത്തോടൊപ്പം തന്നെ ദോഷമുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ പൂർവ്വജന്മ പുണ്യങ്ങളും ഉണ്ട്, പാപങ്ങളും ഉണ്ട്. അപ്പൊ രണ്ടും അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ജനിക്കുക എന്ന് പറയുന്ന പ്രതിഭാസം തന്നെ നടക്കുന്നത്. അപ്പം ജനിക്കുന്നത് തന്നെ അത്യാപത്തായിട്ടാണ് ഞാൻ പറയാം. കാരണം നമുക്ക് ഈ പറയുന്ന അവിദ്യാദി ദോഷങ്ങളോ ഈ ഗുണഭേദങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും ശരീരപ്രാപ്തിയിലേക്ക് വരില്ല. ഈശ്വരനിൽ തന്നെ സ്ഥിരനിഷ്ഠമായിട്ട് അവിടെ നിൽക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ തന്നെ പൂർവ്വജന്മ വാസനാ ബലത്താൽ പൂർവ്വജന്മ, അതായത് നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ജന്മത്തിൽ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഭൗതിക ലൗകിക വിഷയങ്ങളോടുള്ള അറ്റാച്ച്ങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് നയിക്കുന്ന ഗുണഭേദങ്ങളെ കൊണ്ട് അത് മരിക്കണ സമയത്ത് ഏതേത് വിഷയങ്ങളാണോ നമ്മളിൽ പ്രബലമായിട്ടിരുന്നത് അതേ വിഷയങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട്, വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിൽ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കേണ്ടതായ വിഷയങ്ങൾ എന്തിനോടാണ് നമുക്ക് അഡീഷൻ ഉണ്ടായിരുന്നത്, എന്തിനോടാണ് അറ്റാച്ച്മെന്റ് കൂടുതലായിട്ടുണ്ടായിരുന്നത്, മരണസമയത്ത് നിരന്തരമായിരിക്കുന്ന ചിന്ത എന്തായിരിക്കുമോ അതേ ബലത്തോടെയാണ് വീണ്ടും വന്ന് ശരീരപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ തന്നെ കാരണം, ശരീരം ലഭിക്കാൻ തന്നെ കാരണം ആ അന്ത്യകാലത്തുള്ള നിരന്തരമായ പ്രബലമായ ചിന്തയാണെന്ന് 8-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എപ്രകാരം നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഏതേത് വിഷയങ്ങളിൽ രമിച്ചുകൊണ്ടാണ് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നത്, അതേ വിഷയങ്ങളോട് കൂടി തന്നെയാണ് നമ്മൾ ഉണരുന്നത്. അപ്പൊ ഉണർന്ന ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാം ആ വിഷയങ്ങളിലേക്കായിരിക്കും പോവുക.
ഇതേ പ്രോസസ്സാണ് മരിക്കണ സമയത്ത് ഏതേത് വിഷയങ്ങളിലാണോ നിരന്തര ചിന്ത, അത് നമ്മുടെ സ്വഭാവം അനുസരിച്ചെന്ന് പറഞ്ഞാൽ ഈ ഗുണഭേദങ്ങൾ അനുസരിച്ചുകൊണ്ട്, സത്വരജ തമോ ഗുണങ്ങൾ അനുസരിച്ചുകൊണ്ട്, സാത്വികമായിക്കോട്ടെ രാജസമായിക്കോട്ടെ താമസമായിക്കോട്ടെ. സാത്വിക ഗുണങ്ങൾ എന്ന് പറയുന്നതാണ് ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ച, ഈശ്വരനോട് അറ്റാച്ച്മെന്റ്. ഈ ഇല്ലെങ്കിൽ ഈ വേദാന്ത കാര്യങ്ങളിൽ, ഇല്ലെങ്കിൽ ഈ പറയുന്ന ഈശ്വരീയമായ അറിവ് നേടുന്നതിലാണ് നിങ്ങൾ പ്രഗത്ഭൻ, അത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതെങ്കിൽ, നിങ്ങൾ ഉണർന്നു വരുമ്പോഴും അതേ ചിന്തയിലേക്കായിരിക്കും, അതേ വാക്കിലേക്കായിരിക്കും, അതേ പ്രവർത്തികളിലേക്കായിരിക്കും നമുക്ക് പ്രേരണ ഉണ്ടാക്കുക. ഇനി രാജസമായിട്ടുള്ള കർമ്മങ്ങളിൽ, ഇല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിലാണ് നമ്മുടെ ചിന്ത എങ്കിൽ, ഉണർന്നു വരുമ്പോഴും ആ രജോ ഗുണാത്മകമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് നമ്മുടെ ചിന്ത പോകും. ഇനി അസുരീഭാവത്തിലേക്കുള്ള ചിന്തയിലാണ് ഉറങ്ങുന്നതെങ്കിൽ, ആ വക്രബുദ്ധിയോ ഇല്ലെങ്കിൽ അസൂയയോ വികാര വിചാരങ്ങൾക്കനുസരിച്ച് നമ്മൾ ഒരു നിസാരം, നമ്മൾ വളർത്തുന്ന ജീവികളോട് നമ്മൾ അറ്റാച്ച്മെന്റോട് കൂടിയാണ് ഉറങ്ങുന്നതെങ്കിൽ, ഉണർന്നു വരുമ്പോഴും പൂച്ചയെ പട്ടിയോ ഒക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഉണർന്നു വരുമ്പോഴും അതെവിടെ നിന്ന് ആദ്യമായിരിക്കും എഴുന്നേറ്റ് വന്നാൽ ആദ്യം അന്വേഷിക്കാം. അപ്പൊ ഇത്തരത്തിൽ ഇതേപോലെ തന്നെയാണ് അന്ത്യകാലത്ത് ശരീരം ത്യജിക്കുന്ന സമയത്ത് അഥവാ മരണസമയത്ത് ജീവിതകാലത്തുണ്ടായിട്ടുള്ള വിഷയങ്ങൾ, അനുഭവങ്ങൾ അനുസരിച്ചുള്ള അതിനോടായിരിക്കും നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാകുക. മരിക്കണ സമയത്തും ഏത് വിഷയങ്ങളിലോടാണ് മമതാബന്ധമുള്ളത്, അതേ വിഷയങ്ങൾ അനുഭവിക്കത്തക്കവണ്ണമുള്ള സ്വഭാവത്തോടു കൂടി അതിനുതകുന്ന ശരീരത്തോടു കൂടി വന്ന് ജനിക്കും എന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് ദേഹത്തിൽ ഇരുന്നു കൊണ്ട് ദേഹത്തിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖാദികൾ, അതായത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന, ഞാൻ പറഞ്ഞു, എന്ത് തന്നെ പ്രാർത്ഥിച്ചിട്ട് ലഭിച്ചാലും വേണ്ടില്ല, ഈശ്വരൻ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് എന്ത് ഭൗതിക നേട്ടങ്ങൾ, ഇഷ്ടഭോഗങ്ങളെ ലഭിച്ചാലും അതിന് ഗുണവും ഉണ്ടാവും ദോഷവും ഉണ്ടാകും. നമ്മുടെ ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞാൽ അതിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നതായ അവിദ്യാദി ദോഷങ്ങളും ഉണ്ടാകും എന്നർത്ഥം. അപ്പം ആ ദോഷങ്ങളെ, സുഖദുഃഖാദികൾ അനുഭവിക്കാൻ കാരണമാകുന്നത് ഗുണവും ദോഷവും അനുഭവിക്കാനിടവരും. അപ്പൊ എന്ത് തന്നെ കിട്ടിയാലും, ഈ പ്രാപഞ്ചികമായ എന്ത് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചാലും, അതിലൊക്കെ സാധ്യമായാലും അതിനോടൊപ്പം തന്നെ ഗുണമുണ്ടാകും ദോഷമുണ്ടാകും. ഗുണം അനുഭവിക്കുമ്പോൾ സുഖം ഉണ്ടാകും, ദോഷം അനുഭവിക്കുമ്പോൾ ദുഃഖമുണ്ടാകും. അതാണ് സുഖദുഃഖാദികളെ അനുഭവിക്കുക എന്ന് പറഞ്ഞത്. ഈ ദേഹേന്ദ്രിയങ്ങളോടുള്ള ചേർച്ചയാണ് ഇതിനൊക്കെ കാരണമായിട്ട് വരുന്നത്. അപ്പം ഈ ഇന്ദ്രിയ മനോബുദ്ധികളിൽ ഏതേത് വിഷയങ്ങളിൽ നമുക്ക് ചേർച്ചയുണ്ടാകുന്നോ, ഏതേത് വിഷയങ്ങളിൽ ചേർച്ചമുണ്ടാകുന്നോ, ഇന്ദ്രിയ അനുഭവങ്ങളിലുള്ള ആസക്തി ഉണ്ടാകും. ഒരു പ്രാവശ്യം കിട്ടിയത് വീണ്ടും കിട്ടണമെന്ന് തോന്നാൻ എന്താ കാരണം? അതിൽ സുഖം കണ്ടെത്തുമ്പോൾ, ഇല്ലെങ്കിൽ അത് സുഖമാണെന്ന് തോന്നുമ്പോൾ വീണ്ടും അത് വേണമെന്ന് തോന്നും, അത് വീണ്ടും വീണ്ടും വേണം തോന്നും. അപ്പൊ അത്യാസക്തിയിലേക്ക് പോകും. അത് തന്നെ ആ ആഗ്രഹങ്ങളെ, ഇല്ലെങ്കിൽ ആ ആസക്തിയോട് കൂടിയാണ് അന്ത്യകാലത്ത് ശരീരം ത്യജിക്കുന്നതെങ്കിൽ, അതനുസരിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ ജന്മത്തിലേക്കോ ഇല്ലെങ്കിൽ അതനുസരിച്ചുള്ള മറ്റ് യോനികളിലേക്കോ ജനിക്കാനിടവരും. അതുകൊണ്ടാണ് ഭൗതിക വിഷയങ്ങൾ വിടണം 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 എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ദ്രവ്യാദ്വൈതം എന്ന ഭാവത്തിലേക്ക് നമ്മൾ എല്ലാം ബ്രഹ്മമായി കാണുന്ന അവസ്ഥയ്ക്കാണ് ഇവിടെ ദ്രവ്യ അദ്വൈതം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പൂജാദ്രവ്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായിക്കോട്ടെ, ഏതേത് ഇഷ്ടഭോഗങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഈശ്വരൻ ബ്രഹ്മഭാവത്തെ കാണണം. അവിടെ ഭാവാദ്വൈതം എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളിലും ബ്രഹ്മഭാവത്തെ കാണണം. പിന്നെ എല്ലാ ക്രിയകളിലും ബ്രഹ്മഭാവത്തെ കാണണം. അതാണ് ഭാവത്തിൽ അദ്വൈതം, ഒന്ന് ഒരേ ഭാവം. ഏതേത് ഭാവങ്ങളാണ് നമ്മളിൽ പ്രകടമാകുന്നതൊക്കെ ഭഗവാൻ കൃത്യമായിട്ട് അറിയുന്നുണ്ട്. അതൊക്കെ മൂലപ്രകൃതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഈശ്വരീയമായ ഗുണങ്ങളിൽ നിന്നാണ് വ്യത്യസ്തമായ സ്വഭാവം നമ്മളിൽ പ്രകടമാകുന്നത്. അത് ഈശ്വരീയ സ്വഭാവം ഒന്നിൽ നിന്നാണ് ഈ വ്യത്യസ്ത ഭാവങ്ങൾ ഉണ്ടാകുന്നത് എന്ന ഭാവാദ്വൈതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിയാദ്വൈതം, അതായത് എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും ഒക്കെ അതിനൊക്കെ കാരണമായിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവാണ്, അവരവരുടെ സ്വഭാവത്തിന് കാരണം എന്ന് മനസ്സിലാക്കണം. അത് വെച്ചുകൊണ്ട് ദ്രവ്യാദ്വൈതം, അതായത് ഇഷ്ടഭോഗങ്ങൾ അനുഭവിക്കുമ്പോൾ അതും ഈശ്വരീയ ഗുണങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെയൊക്കെ ഈശ്വരീയ ഭാവം, ബ്രഹ്മത്തെ തന്നെ നനച്ചിരിക്കുന്നവർ ബ്രഹ്മമായി ഭവിക്കും.
അപ്പൊ ഉത്കൃഷ്ടമായ ജന്മത്തിലേക്ക്, അഥവാ ശരീരമെടുത്ത് വന്നാലും ബ്രഹ്മത്തെ ഉപാസിച്ചിരുന്ന വ്യക്തി ബ്രഹ്മനിഷ്ഠനായി ബ്രഹ്മോപാസകനായിട്ട് വീണ്ടും വന്ന് ജനിക്കാൻ ഇടവരും എന്നൊക്കെ 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. 8-ാം അധ്യായത്തിൽ ഒന്നോടെ സ്പഷ്ടമാണ്. മരിക്കുന്ന സമയത്ത് ഏത് ചിന്തയാണോ പ്രബലമായിരിക്കുന്നത്, ആ വിഷയം, ഏത് വിഷയമാണോ പ്രബലമായ ചിന്ത, അതനുസരിച്ചുകൊണ്ട് അതനുഭവിക്കുന്നതിന് ഉതകുന്നതായ ശരീരത്തോടെ വീണ്ടും ജനിക്കാനിടവരും. അപ്പൊ ബ്രഹ്മത്തെ പറ്റിയാണ് അല്ലെങ്കിൽ ഈശ്വരനെ പറ്റിയാണ് പ്രബലമായ ചിന്ത എങ്കിൽ ബ്രഹ്മത്തിലേക്ക് തന്നെ പോകും. ഇനി അതിൽ ഉറച്ചിട്ടില്ലെങ്കിലോ ആ ബ്രഹ്മനിഷ്ഠനായിക്കൊണ്ട് ബ്രഹ്മജ്ഞാനി ആയിക്കൊണ്ട് തന്നെ വീണ്ടും ജനിക്കാനും ഇടവരും എന്നർത്ഥം. അതുകൊണ്ട് സുഖദുഃഖാദികളെ അനുഭവിക്കുന്നതനുസരിച്ചുകൊണ്ട് നമുക്ക് ചിന്തകൾക്കും പ്രബലത വരും. അപ്പോൾ ഉത്കൃഷ്ടമായോ നീചവുമായിട്ടുള്ള യോനികളിൽ ജനിക്കാൻ ഇടവരും. അപ്പൊ ഈശ്വരീയ ചിന്തയുള്ളവർക്ക്, ഈ അദ്വൈത ബോധമുള്ളവർക്ക്, ഭാവാദ്വൈതത്തിലോ അല്ലെങ്കിൽ അല്പമെങ്കിലും വിചാരമുള്ളവർക്ക് ഈ പറയുന്ന ആധ്യാത്മികൽ നിത്യനായിരുന്നാൽ അത് ഉത്കൃഷ്ടമായ ജന്മത്തിലേക്ക് പോകും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജന്മ അനുജന്മങ്ങൾക്ക് പോലും ഓപ്ഷൻ നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇതിന്റെ ശ്രേഷ്ഠത ഇരിക്കുന്നത്. നമുക്ക് ഒരു പ്രാവശ്യം ഭഗവാൻ ജന്മം നൽകിയാൽ അതിൽ നിന്നുള്ള പ്രോസസ്സ് തുടർന്ന് വന്നിട്ടാണ്. ഓരോ ജന്മത്തിലും ഭഗവാൻ ഇടപെടുന്നില്ല. ഒരു പ്രാവശ്യം സൃഷ്ടി തുടങ്ങുന്ന കാലത്ത് നമുക്ക് ശരീരപ്രാപ്തി, ഏത് ആത്മാവിന് ഏത് ശരീരം കിട്ടിയോ 84 ലക്ഷം തരം ജന്മങ്ങളിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃത്യാ തന്നെ ഗുണഭേദങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ പരിണാമങ്ങൾക്ക് വിധേയാകും. പറഞ്ഞിട്ടുണ്ട് 21 ലക്ഷം വേർപ്പിൽ നിന്നുണ്ടാകുന്ന ചെറുപ്രാണികള്, 21 ലക്ഷം പൊട്ടിമുളയ്ക്കുന്ന സസ്യലതാദികള്, 21 ലക്ഷം ഇന്നും ലോകത്ത് ഈ പറയുന്ന വകഭേദങ്ങളുള്ള പ്രാണികൾ ഉണ്ടെന്നർത്ഥം. അതിന്റെ കണക്കും വളരെ കൃത്യ. 21 ലക്ഷം വേർപ്പിൽ നിന്നുണ്ടാകുന്ന ചെറുപ്രാണികളുണ്ട്. നമ്മുടെ ശരീരത്തിലായിക്കോട്ടെ, പേന്, അങ്ങനെയുള്ള മറ്റ് ജീവജാലങ്ങളിൽ ഇതേപോലെ വേർപ്പിൽ നിന്നുണ്ടാകുന്ന പ്രാണികളുണ്ട്. സസ്യലതാദികളിലുണ്ട്. പിന്നെ സസ്യലതാദികളുണ്ട് 21 ലക്ഷം. പുൽക്കൊടി മുതല് വലിയ ആൽമരം വരെ, വൃക്ഷങ്ങളുടെ രാജാവായിരിക്കുന്ന ആൽമരം വരെ ഈ 21 ലക്ഷത്തിൽപ്പെടുന്ന ജന്മങ്ങളാണ്. പിന്നെ 21 ലക്ഷത്തോളം മുട്ടയിൽ നിന്ന് വിരിയുന്ന ജീവികളുണ്ട്. ഇന്നും ലോകത്ത് അവൈലബിൾ ആണ്, പ്രത്യക്ഷമാണ്. അപ്പം പിന്നെ 21 ലക്ഷം പ്രസവിച്ചുണ്ടാകുന്നത്, മനുഷ്യൻ മാത്രമല്ല മറ്റ് ജീവികളും പ്രസവിച്ചുണ്ടാകുന്ന അനേകം ജീവികളും മറ്റ് ജീവജാലങ്ങളും ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃത്യായുള്ള ഈ പറയുന്ന ശ്രേഷ്ഠമായ ജന്മങ്ങളിലേക്ക്, അതായത് ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ ജന്മമാണ് മറ്റ് ജീവജാലങ്ങൾ. ഈ 24 എന്ന് പറയുന്നത് 84 ലക്ഷം തരം ജീവജാലങ്ങളായിട്ട് ജനിച്ച് മരിച്ച ഉത്കൃഷ്ടമായ ജന്മമാണ് മനുഷ്യജന്മം. ഈ മനുഷ്യജന്മത്തിലാണ് ഇതിന്റെ ഗതിവിഗതികളും ഈ ജ്ഞാനമൊക്കെ നമുക്ക് വിവേചന ശക്തി കൊണ്ട് ഗുണദോഷങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ശക്തി ഉള്ളത്. അപ്പൊ എന്ത് സൃഷ്ടിച്ചാലും ഗുണവും ദോഷമുണ്ട്. ഈ ജീവജാലങ്ങളിലെല്ലാം ഗുണദോഷമുണ്ട്. ഒരു പയറുവിത്ത് ഉണ്ടായാൽ പോലും അത് നമ്മൾ ഇട്ടിട്ട് മുളപ്പിച്ചാൽ അതിലും ഉണ്ട് ഗുണവും ദോഷവും. നമ്മൾ ജനിക്കുമ്പോഴും നമ്മളിൽ എല്ലാ ജന്മങ്ങളിലും, സ്ത്രീയോ പുരുഷനോ ഏത് ശരീരം എടുത്താലും, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ഏത് ജന്മം എടുത്താലും വേണ്ടില്ല, അതിലെല്ലാം ഗുണം ഉണ്ടാവും, അതോടൊപ്പം ദോഷം ഉണ്ടാവും. അപ്പം ഗുണങ്ങളെ അനുഭവിച്ചുകൊണ്ട് അതിൽ പ്രബലത വരുത്തിയാൽ, ഇപ്പൊ മനുഷ്യജന്മം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിയിരിക്കുന്ന പ്രകൃതിയായുള്ള പരിണാമങ്ങൾക്ക് ഒരു പ്രോസസ്സാണത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യുക്തിയില്ലാത്ത ചോദ്യമാണ്. കാരണം ഈ മായാപ്രപഞ്ചത്തിന് ഒരിക്കലും യുക്തി നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഭഗവാൻ ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല, അർത്ഥവുമില്ല. അപ്പൊ ഏതായാലും വന്ന് ജനിച്ചു, ഉറപ്പാണല്ലോ, ഞാനിന്നുണ്ട്. അപ്പം നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന ജന്മങ്ങളുടെ കണക്കെടുത്താൽ എത്ര തന്നെ ആയിരുന്നാലും ഈ മനുഷ്യ ജന്മം വരെയുള്ളത് ഉത്കൃഷ്ടമായ ജന്മമാണ്. അപ്പൊ മനുഷ്യജന്മത്തിൽ ഈ വിശേഷ ബുദ്ധി, ഇതിന്റെ ഗുണദേശങ്ങളെ, നമ്മുടെ സ്വഭാവത്തിലുള്ള ഗുണദോഷങ്ങളെ, നമ്മുടെ പ്രബല ചിന്ത എന്തിലാണോ, നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധി നമുക്കുണ്ട്. എത്ര ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും മനുഷ്യജന്മം കിട്ടിയവർക്കെല്ലാം അവരവരുടെ സ്വഭാവം അനുസരിച്ച് അവരവർ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ ഗഹനമായിട്ട് ഒന്ന് ചിന്തിച്ചാൽ അതിൻ്റെ ഗുണം എന്താണെന്നും ദോഷം എന്താണെന്നും കണ്ടെത്താൻ സാധിക്കും.
അതിനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്. കോമണൈസ് ചെയ്ത് ഭഗവാൻ നൽകിയിട്ടുണ്ട്. മനുഷ്യ ജന്മത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത അത്. ഇല്ല എന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല. നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. ഏകാഗ്രമായതായി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധിയെ ഉറപ്പിച്ചുകൊണ്ട് ചിന്തിച്ചാൽ നമ്മളിലുള്ള സ്വഭാവത്തിലുള്ള ഗുണദോഷങ്ങളും നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങളിലുള്ള ഗുണദോഷങ്ങളും നമ്മുടെ ഇഷ്ടഭോഗങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിലുള്ള ഗുണദോഷങ്ങളും ഒക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധിവൈഭവമാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിശേഷ ബുദ്ധി, മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം. അപ്പൊ ഗുണത്തെ വേണ്ട വിധത്തെ അനുഭവിച്ചു, അത് കണ്ടെത്തി അതനുഭവിച്ചാൽ ഇനി വേറൊരു ജന്മത്തിലേക്ക് പോയാലും ഉത്കൃഷ്ടമായ ജന്മത്തിലേക്ക് പോകും. അതാണ് ഇതിൽ തന്നെ 11ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ 10ഉം 11ഉം ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞത് ആധ്യാത്മജ്ഞാന നിത്യുത്വം തത്വജ്ഞാനാർത്ഥ ദർശനം എന്ന് ഭഗവാൻ പറഞ്ഞല്ലോ. അതിന്റെ അർത്ഥം എന്താ? ആധ്യാത്മിക ജ്ഞാനത്തിൽ നിഷ്ഠനായിരിക്കണം, നിത്യനായിരിക്കണം. തത്വജ്ഞാനത്തിന്റെ പ്രയോജനമാണ് ശ്രേഷ്ഠമായ ജന്മം. ശ്രേഷ്ഠമായ ജന്മം എന്ന് പറഞ്ഞാൽ ഇത് ശുദ്ധി വന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ശരീരത്തോടു കൂടിയിരിക്കുന്ന മനുഷ്യജന്മത്തിൽ തന്നെ ഭക്തിയുടെ 9 പടികൾ കടന്ന് ആത്മനിവേദനം എന്ന് പറയുന്നത് പരിണാമങ്ങൾക്കനുസരിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന മനുഷ്യജന്മം അതേപോലെ തന്നെയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഈശ്വരനിലേക്ക് എത്താനുള്ള ഒരു പ്രോസസ്സാണ് ആത്മനിവേദനം എന്ന് പറയുന്നത്, ആത്മസമർപ്പണം എന്ന് പറയുന്നത്. അതിന് പക്വത, പാത്രത വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചോളും. അപ്പൊ അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യ ശരീരം കൊണ്ട് ഈ ആധ്യാത്മിക ജ്ഞാനത്തിൽ നിത്യനായി ഇരുന്നു കൊണ്ട് തത്വജ്ഞാനത്തിന്റെ പ്രയോജനം മനസ്സിലാക്കി ശ്രേഷ്ഠമായ ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും ഇനിയൊരു ജന്മം എടുക്കേണ്ടി വന്നാലും ഉത്കൃഷ്ടമായ ജന്മത്തിലേക്ക് പോകണം എന്ന് തീരുമാനിക്കാം. അതപ്പതിപ്പിക്കാതിരിക്കുക. മനുഷ്യ ജന്മം കിട്ടിയത് തന്നെ ഉത്കൃഷ്ടമായ ഒരു ജന്മമാണ്, ദിവ്യ ജന്മമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വതാ തെക്വാ ദേഹം പുനർജന്മ നൈതിമാമേരിസോ അർജുന. അവതാര തത്വത്തിൽ പറഞ്ഞ ശ്രേഷ്ഠമായ ജന്മത്തിന്റെ ശ്രേഷ്ഠത ഭഗവാൻ തന്നെ ദിവ്യ ജന്മം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം എടുത്തുകൊണ്ട് വന്ന് മനുഷ്യന്റെ ശ്രേഷ്ഠത എന്താണെന്ന്, എങ്ങനെയാണ് ഉത്കൃഷ്ടമായ ജന്മത്തെ നമ്മൾ പൂർണ്ണമാക്കാൻ സാധിക്കുക, മനുഷ്യജന്മം ദിവ്യജന്മമാണെന്നും അതെങ്ങനെ പൂർണ്ണമാക്കാൻ സാധിക്കും, കർമ്മത്തിലൂടെ ഉത്കൃഷ്ടത ശ്രേഷ്ഠതയിലേക്ക് എത്താൻ സാധിക്കും, എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് നമ്മുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് സ്വധാമത്തിലേക്ക് എങ്ങനെ തിരിച്ചു പോകണമെന്ന് ഭഗവാൻ ഒരു മനുഷ്യായസ്സിൽ ചെയ്യേണ്ട, ജനിച്ചപ്പോൾ മുതൽ മരണം വരെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഉത്തമ മനുഷ്യനായിക്കൊണ്ട് അനായാസന ജീവിതം ചെയ്യിച്ച് തൻ്റെ ഡ്യൂട്ടികളെല്ലാം പൂർത്തീകരിച്ച് സർവധന്മാൻ പരിത്യജ മാമേകം ശരണം വൃജ അഹം ത്വാ സർവമാപേപ്യോ മോക്ഷയിഷ്യാമി മജ മാസുജ എന്ന് ഭഗവാൻ പറഞ്ഞ അവസ്ഥയിലേക്ക് ഉയരാൻ സാധിക്കുക എന്ന് ഭഗവാൻ തന്നെ കാണിച്ചു തന്നു. അവിടെ ഭഗവാൻ പ്രവർത്തിച്ച എല്ലാ കർമ്മങ്ങളിലും എല്ലാ ഭാവങ്ങളിലും ഭഗവാൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ദ്രവ്യങ്ങളിലും ഭാവാദ്വൈതം, ക്രിയാദ്വൈതം, ദ്രവ്യാദ്വൈതം എന്ന നാരദർ പറഞ്ഞ തത്വത്തെ ഭഗവാൻ പൂർണ്ണമാക്കി കാണിച്ചു തന്നു. എന്നിട്ട് ഇതും ചെയ്ത് കാണിച്ചു തന്നു. ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തിട്ട് ശരീരത്തെ ത്യജിച്ച് സ്വധാമത്തിലേക്ക് പോയി. അത് സ്വയം ഇച്ഛപ്രകാരമാണ് സമയം. അപ്പൊ നമുക്കൊരവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും മനുഷ്യജന്മത്തിലൂടെ. അതുകൊണ്ട് ഭഗവാന്റെ ഈ കഥയൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജന്മത്തെയും കർമ്മത്തെയും നമ്മൾ അറിയണം. പൂർവജന്മ കർമ്മ ബന്ധനങ്ങളെ, ഗുണദോഷങ്ങളെ തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് വീണ്ടും വന്ന് ജനിക്കാൻ ഇടവന്നത്, അവിടെ കർമ്മത്തിന്റെ ഗതിവിഗതികൾ എന്തൊക്കെ സംഭവിച്ചു, അവിദ്യാദി ദോഷങ്ങൾ എവിടെയൊക്കെ ബാധിച്ചു, വീണ്ടും ജനിപ്പിക്കാനുള്ള ഇട എന്തുകൊണ്ട് വന്നു, അഥവാ നിങ്ങൾ ഇപ്പോൾ ശ്രേഷ്ഠമായിട്ട് ആധ്യാത്മിക നിത്യയുക്തനായിട്ട് മാറുന്നുണ്ട്, ഇതിൽ ജിജ്ഞാസുവാണ്, അത് നിലനിർത്തിയാൽ വീണ്ടും അടുത്ത ജന്മം ശ്രേഷ്ഠമായിട്ട് വരും. ഏതായാലും പാത്രത വന്നില്ല എന്ന് ഉറപ്പാണല്ലോ. പാത്രത വന്നിരുന്നെങ്കിൽ നമ്മൾ ഇതൊന്നും വീണ്ടും വിശകലനം ചെയ്യാനോ ഈ പറയും ചർച്ചയ്ക്കൊന്നും ഇടവരില്ല. നമ്മൾ ഭഗവാനിൽ തന്നെ വീണ്ടും ജനിക്കാൻ തന്നെ ഇടവരില്ല. അപ്പൊ ഞാനടക്കം, നിങ്ങൾ മാത്രമല്ല ഞാനടക്കം ഉത്കൃഷ്ടമായ ജന്മം കിട്ടിയവർ തന്നെയാണ്. കാരണം ഇതൊക്കെ കേൾക്കാനും പഠിക്കാനും അതിനെപ്പറ്റി ഇതര വിശകലനമായിട്ട് ചിന്തിച്ച് തിരിച്ചറിയാനും ഗുണദോഷങ്ങളെ തിരിച്ചറിയാനും ഉള്ള അവസരം കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഉത്കൃഷ്ടമായ ജന്മമാണ്. അപ്പൊ ഈ കിട്ടിയിട്ടുള്ള ജന്മമെങ്കിൽ അതപ്പതിപ്പിക്കില്ല എന്നെങ്കിലും നിശ്ചയിക്കാദ്യം.
അപ്പൊ ഈ ഇതൊക്കെ പഠിക്കുന്നതിന്റെ ആധ്യാത്മിക ഗീത തന്നെ ദിവസവും നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കും. ഗീതയിലെ ഒരു ശ്ലോകമെങ്കിലും ദിവസവും ചെയ്യുന്ന നിത്യമായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾ മരിക്കുന്ന സമയം വരെ അത് പ്രബലമായിട്ട് നിൽക്കും. ഒരു ദിവസം പോലും മുടക്കാതെ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളൊരു പൂജയും ദ്രവ്യം കൊണ്ട് ഒരു വിഗ്രഹവും വെച്ച് പൂജിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾ ഇതിൽ ആധ്യാത്മിക നിത്യനായിരിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സഹസ്രനാമം നിത്യമായിട്ട് ജപിക്കുക. ഗീതയിലെ ഒരു ശ്ലോകമെങ്കിലും ദിവസവും ചൊല്ലുകയും ചെയ്യാതെ പറ്റി ഒന്ന് ചിന്തിക്കുകയും ചെയ്യാം. 24 മണിക്കൂറിൽ ഈ 2 കാര്യം നിങ്ങൾക്ക്, ബാക്കിയൊക്കെ നിങ്ങൾ ഭൗതികതയിൽ ഏതൊക്കെ ജോലി ചെയ്യുന്നോ, എന്തിലൊക്കെ രമിക്കുന്നോ, എന്തൊക്കെ കഴിക്കുന്നോ, എന്തൊക്കെ ചെയ്താലും അതൊക്കെ ചെയ്തോളൂ. പക്ഷെ ഇതിൽ പ്രബലത വരുത്തും എന്ന് പറഞ്ഞാൽ മരണം വരെ ഇത് വിടാതെ സ്വഭാവമായിട്ട് മാറ്റിയാൽ നിങ്ങൾക്ക് ഇതിലും ഉത്കൃഷ്ടമായ മനുഷ്യജന്മം തന്നെ ഉത്കൃഷ്ടമായ ജന്മമാണ്, ഇതിനപ്പുറത്തേക്കില്ല. ദേവസ്ഥാനത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സാത്വിക ശ്രേഷ്ഠത നേടി ഉത്കൃഷ്ടമായ ജന്മത്തിലേക്ക് എത്തിയാൽ ദേവസ്ഥാനത്തേക്ക്, ദേവന്മാരുടെ ജന്മവും ബന്ധനാണ്. അപ്പൊ അതിലും ശ്രേഷ്ഠം ബ്രഹ്മത്തിലേക്ക് തന്നെ എത്തണം. അത് മനുഷ്യജന്മത്തിലൂടെ സാധിക്കും. ദേവജന്മത്തിലേക്ക് എത്തിയാലൊക്കെ വിജയന്മാരുടെ ഒക്കെ കഥ നമുക്ക് ഉദാഹരണമായിട്ട് മുമ്പിലുണ്ട്. അവരും വീണ്ടും അധപ്പതിപ്പിക്കുന്ന ഗതിയൊക്കെ അല്ലെ, അധപ്പതിപ്പിക്കുന്ന അല്ലെങ്കിൽ ഋഷി തുല്യനായിരിക്കുന്ന ഭരത മഹർഷിയുടെ ഒക്കെ ഗതി നമുക്ക് ആലോചിക്കാം. അപ്പൊ അതുകൊണ്ട് ഉത്കൃഷ്ടമായ ജന്മം ഈ ആധ്യാത്മികയിൽ നിത്യനായി നിന്ന് അതിൽ ഉറപ്പുവരുത്തി അത് അധപ്പതിപ്പിക്കാതെ അത് നിത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരിക്കലും അധപ്പതിക്കില്ല. നിങ്ങൾ ഏത് കർമ്മം ചെയ്താലും വേണ്ടില്ല, ഈ പറയുന്ന കാര്യം നിത്യയുക്തമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ, ദിവസത്തിൽ ഒരു നേരമെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത ജന്മം അധപ്പതിക്കില്ല, യാതൊരു സംശയവും വേണ്ട. കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം. പക്ഷെ നിത്യയുക്തമായിട്ട് ചെയ്യണം. വല്ലപ്പോഴും ഒരിക്കൽ ചടങ്ങെന്നുള്ള നിലയിൽ കാണിച്ചാൽ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അത് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അനുസരിക്കണം. അപ്പോൾ ഉത്കൃഷ്ടമായ ജന്മത്തിലേക്ക് പോവും, അധപ്പതിക്കില്ല. അതുപോലെ ശ്രേഷ്ഠമായ കുലത്തിൽ, അതുപോലെ ശ്രേഷ്ഠമായ ജന്മത്തിലേക്ക് എത്തും. അധപ്പതിപ്പിക്കാതെ സൂക്ഷിക്കലാണ് ഇപ്പൊ ചെയ്യേണ്ടത്. ഞാനോ നിങ്ങളോ ആയിക്കോട്ടെ, ആരൊക്കെ കേൾക്കുന്നുവോ, ഇപ്പൊ കിട്ടിയിട്ടുള്ള ജന്മത്തെ ഒരിക്കലും അധപ്പതിപ്പിക്കരുത്. ഏത് സ്ഥിതിയിലാണോ മനുഷ്യ ജന്മം തന്നെ ശ്രേഷ്ഠമായ ജന്മം, അത് ബ്രാഹ്മണനായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, ഏത് ജന്മത്തിലായാലും വേണ്ടില്ല. ഇനി ചണ്ടാളനായിട്ടാ ജനിച്ചേക്കണെന്നുണ്ടെങ്കിലും ഒരിക്കലും മനുഷ്യ ജന്മത്തെ അധപ്പതിപ്പിക്കരുത്. അതിനെന്താ കാരണം? നമ്മുടെ സ്വഭാവ ശുദ്ധീകരണം. കാരണം അനുജന്മങ്ങളിലേക്ക് കാരണമാകുന്നത് ഇന്ദ്രിയാനുഭവങ്ങളിലുള്ള ആസക്തി ഉണ്ടാക്കി അത് തന്നെ കാരണമായിക്കൊണ്ട് ഉത്കൃഷ്ടമോ ശ്രേഷ്ഠമോ ആയ ഉത്കൃഷ്ടമോ നീചമോ ജന്മങ്ങളിലേക്ക്, യോനികളിലേക്ക് ജനിക്കാൻ ഇടവുക. അപ്പൊ നീചമായ ജന്മത്തിലേക്ക് പോകാതിരിക്കുക. കിട്ടിയിട്ടുള്ള ജന്മം ഉത്കൃഷ്ടമായ ജന്മമാണ്, തൽസ്ഥിതി നിലനിർത്തുക. അതനുസരിച്ചുള്ള സ്വഭാവത്തെ ക്രിയേറ്റ് ചെയ്യുക. അതിൽ നമ്മുടെ നിലവിലുള്ള സ്വഭാവത്തിൽ, നമ്മുടെ ഭാവത്തിൽ അദ്വൈത ഭാവം കൊണ്ടുവരണം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ, ക്രിയകളിൽ അദ്വൈത ഭാവം കൊണ്ടുവരണം. നമ്മൾ ദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ അദ്വൈത ഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. അപ്പം യത്കരോഷി യസ്നാസി യജ്ജുഘോഷി ദദാസി തപസ്യസി കൗന്ദേയ തത്പുരുഷം അതർപ്പണം എന്നൊക്കെ എത്ര ശ്രേഷ്ഠമായിട്ട് ഭഗവാൻ സ്പഷ്ടമായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞു നമുക്ക്. അപ്പൊ എല്ലാം ബ്രഹ്മമായി, ഭാവത്തിൽ ബ്രഹ്മത്തെ കാണുക, ക്രിയയിൽ ബ്രഹ്മത്തെ കാണുക, നമ്മുടെ ദ്രവ്യങ്ങളിൽ ബ്രഹ്മത്തെ കാണുക. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബ്രഹ്മത്തിലേക്ക് എത്തും. കൃഷ്ണനെ തന്നെ നനച്ചിരുന്നാൽ കൃഷ്ണനായി തന്നെ ഭവിക്ക വേണ്ടി. എന്താണോ നിരന്തര ചിന്ത, അന്ത്യകാലം വരെ, മരണസമയം വരെ ഏത് ചിന്തയാണോ പ്രബലമായിരിക്കുന്നത് അതനുസരിച്ചുകൊണ്ട് നമ്മൾ ജനിക്കാനിടവരും. നമ്മൾ ഇന്ന് കിടന്നുറങ്ങുമ്പോൾ പകല് മുഴുവൻ ഉണ്ടാകുന്ന പ്രബലമായ ചിന്ത എന്താണോ, സുഷുപ്തിയിൽ കിടന്നുറങ്ങിയാലും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഈ പ്രബല ചിന്ത തന്നെ ആദ്യം നമ്മുടെ മനസ്സിൽ തെളിയും. ഇതേപോലെ തന്നെ ഒരു പ്രോസസ്സാണ് നമ്മൾ ശരീരം ത്യജിച്ചിട്ട് ജന്മാനുജന്മങ്ങളിലേക്ക് പുരം ശരീരപ്രാപ്തിയിലേക്ക് പോകുന്നത്. ഉത്കൃഷ്ടമോ നിജവുമായ കർമ്മങ്ങളിലേക്കും സ്വഭാവത്തിലേക്കും പോയി അതനുസരിച്ചുള്ള ശരീരം ലഭിക്കാൻ കാരണമായി ഭവിക്കുന്നത് നമ്മുടെ പ്രസന്റ് കണ്ടീഷനുള്ള സ്വഭാവം അനുസരിച്ചുള്ള ചിന്തയും ഏതേത് വിഷയങ്ങളിലാണോ നമ്മൾ അനുഭവിച്ച് അതിൽ നിന്നും ഉള്ള അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്നത്, പ്രബല ചിന്തയായിട്ട് മനസ്സ് ഉറച്ചു നിൽക്കുന്നത്, അതനുസരിച്ചുകൊണ്ട് ശരീരപ്രാപ്തി ഉണ്ടാകും.
എന്നതിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഉപദൃഷ്ട അനുബന്ധാച ഭർത്ത ഭോക്ത മഹേശ്വര പരമാത്മേതി ചാപ്യുക്തോ ദേഹേ അസ്മിൻ പുരുഷപ്പര. ഈ ദേഹത്തിൽ ഇരിക്കുന്നവനെങ്കിലും പരമപുരുഷൻ സാക്ഷിയും അനുമതി നൽകുന്നവനും ഭരിക്കുന്നതും അനുഭവിക്കുന്നതിനും മഹേശ്വരനും പരമാത്മാവ് തന്നെ എന്ന് പറയപ്പെട്ടിരിക്കുന്നു. പരമാത്മാവിന്റെ ആഭാസ ചൈതന്യമാണ് ജീവാത്മാവ്. ക്ഷേത്രജ്ഞനെന്നും പുരുഷനെന്നും വ്യവഹരിക്കുന്നതും അത് തന്നെ. അപ്പം നമ്മൾ ഏത് സ്വഭാവത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഏതേത് വിഷയങ്ങളിലേക്ക് നമ്മൾ മനസ്സിനെ വലിച്ചുകൊണ്ടു പോയാലും, നമ്മൾ ആ സ്വഭാവം അനുസരിച്ചുള്ള വിഷയങ്ങൾ അനുഭവിക്കുമ്പോൾ, ഏതേത് വിഷയങ്ങൾ നല്ലതോ ചീത്തയായിക്കോട്ടെ, അത് നമുക്ക് ഭാവിയിൽ ദോഷം ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ടാണെങ്കിലും, അതറിയാമെങ്കിലും അതിലേക്ക് അഡിക്റ്റ് ആയിട്ട് അത് ചെയ്യാൻ ശ്രമിച്ചാലും, ഇതൊക്കെ നല്ലതോ ന്യായമോ അന്യായമോ ആയിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഏതേത് ശരീരം കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവിടെയൊക്കെ ഭഗവാൻ സാക്ഷി രൂപത്തിൽ വർത്തിക്കുന്നല്ലാതെ ഒരിക്കലും നമ്മൾ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് ഭഗവാൻ ഒരിക്കലും അവിടെ തടസ്സം ഉണ്ടാക്കുന്ന പ്രശ്നമില്ല. നമ്മുടെ ഒരു കാര്യങ്ങളിലും ഇടപെടുന്ന പ്രശ്നമില്ല. നിങ്ങൾ ഉത്കൃഷ്ടമായ ജന്മത്തിലേക്ക് പോകാനുള്ള കർമ്മം ചെയ്താലും നീചമായ ജന്മത്തിലേക്ക് പോകാനുള്ള വിഷയങ്ങൾ രമിച്ച് നടന്നാലും അവിടെ ഈ രണ്ട് കാര്യത്തിനും അതിലൊക്കെ സുഖവും ദുഃഖവും ഒക്കെ അനുഭവിപ്പിക്കുന്നതും ഈ ജീവചൈതന്യം തന്നെയാണ്. പക്ഷെ അത് സാക്ഷിഭാവത്തിൽ വർത്തിക്കും. എന്നാ മനസാക്ഷിയായിട്ട് ഇത് നിനക്ക് പറ്റിയതല്ല എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു തരുമൊക്കെ ചെയ്യും. നമുക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ, മനസ്സിൽ പിടിക്കാത്ത ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും എന്ന് അറിഞ്ഞുകൊണ്ടാണെങ്കിലും മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി ഇത് ഞാൻ അങ്ങനെ പറയുമില്ലേ, പ്രകടമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും തരുന്നതോ നമ്മൾ അതേപടി എടുത്ത് കഴിച്ചാലും ശരീരത്തിന് ദോഷം ചെയ്യുന്നതിലൊക്കെ ഈ ജീവാത്മാവ് സാക്ഷിയായി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയാലും ഇൻഡിക്കേഷൻ തന്നാലും അവിടെ സാക്ഷിഭാവത്തിൽ വർദ്ധിക്കുന്നേ ഉള്ളൂ. നീ കഴിക്കരുത് എന്ന് ഇപ്പം കയ്യകാലും പിടിച്ചു നിർത്തിയിട്ട് ഇത് കഴിക്കരുതെന്ന് പറയുമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യാം. അത് നിങ്ങളുടെ ഓപ്ഷൻ. അതാണ് ഇവിടെ പറഞ്ഞത്, സാക്ഷിഭാവത്തിൽ വർദ്ധിക്കുന്നത്. ഇന്ദ്രിയ ദേഹത്തിൽ ഇരിക്കുന്നവനാണെങ്കിലും പരമപുരുഷൻ എപ്പോഴും സാക്ഷി ആയിരിക്കുകയും ചെയ്യും, അനുമതി ചെയ്യുകയും ചെയ്യും. ന്യായ അന്യായങ്ങളെ ഒന്നും പ്രശ്നമല്ല ഭഗവാനെ സംബന്ധിച്ച്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഇച്ഛിച്ചാലും വേണ്ടില്ല, അത് ചിന്തിക്കാം, അത് പറയാം, അത് പ്രവർത്തിക്കാം. അതിന് അനുമതി നൽകുന്നവനാണ് ഭഗവാന്റെ നിഘണ്ടുവിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഭഗവാന്റെ നിഘണ്ടുവിൽ ഇപ്പൊ ഇല്ലാന്നോ തരില്ലാന്നോ ഒന്നുമില്ല. തഥാസ്തു, നിങ്ങൾ എന്ത് ഇച്ഛിച്ചാലും വേണ്ട, നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, തഥാസ്തു, അതങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെ അനുഗ്രഹിക്കാനൊരു സ്വഭാവമായിട്ടാണ്. അതുകൊണ്ടാണ് അനുമതി നൽകുന്നവൻ എന്ന് പറഞ്ഞത്. അത് നല്ലതോ ചീത്തയായിക്കോട്ടെ, പാപമോ പുണ്യമോ ആയിക്കോട്ടെ, ലാഭമോ നഷ്ടമോ ഉണ്ടാക്കുന്നതായിക്കോട്ടെ, ധർമ്മ അധർമ്മങ്ങളായിക്കോട്ടെ, എന്തായാലും വേണ്ടില്ല, ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് ചിന്തിച്ചോളൂ, പറഞ്ഞോളൂ, പ്രവർത്തിച്ചോളൂ. ഭഗവാനെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല. അതിൻ്റെ അനുഭവങ്ങളോ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കാനും അനുമതി നൽകും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് സുഖദുഃഖങ്ങൾ അനുഭവിക്കാനുള്ള അനുമതി ഭഗവാൻ തന്നെ നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് യാ ഏവം വേത്തി പുരുഷം പ്രകൃതിയും ച ഗുണൈ സഹ സർവദാ വർത്തമാനോ വിനാശഭൂയോ അഭിജായതേ. ഇപ്രകാരം പുരുഷനെയും ഗുണങ്ങളോടുകൂടിയ പ്രകൃതിയെയും യാതൊരുവൻ അറിയുന്നുവോ അവൻ നാനാപ്രകൃതിയിൽ വർത്തിക്കുന്നവനാണെങ്കിലും വീണ്ടും ജനിക്കില്ല. അറിവ് എന്നിവിടെ പറയുന്നത് കേവല പുസ്തക ജ്ഞാനമല്ലെന്ന് എടുത്തു പറയുന്നു. അത് ഈശ്വര സാക്ഷാത്കാരമാണ്. അതായത് ഈ പറയുന്ന ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിക്ക് ഇപ്രകാരം പുരുഷനെയും ഗുണങ്ങളോടുകൂടിയ പ്രകൃതിയെയും യാതൊരുവൻ ശ്രേഷ്ഠമായിട്ട് മേധാബുദ്ധി കൊണ്ട് തിരിച്ചറിയുന്നുവോ അവൻ ഏത് പ്രകാരത്തിൽ വർത്തിക്കുന്നവനായിക്കോട്ടെ, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ സ്ത്രീയോ, ഏതേത് അടുക്കളയിൽ പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ, തൊടിയിൽ പോയി പണിയെടുക്കുന്നവരായിക്കോട്ടെ, ഏതേത് സ്ഥാനമാനങ്ങളിൽ വിരാജിക്കുന്നവരായിക്കോട്ടെ, ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നവരായിക്കോട്ടെ, അവൻ നാനാപ്രകാരത്തിൽ വർത്തിക്കുന്നവനായാലും വേണ്ടില്ല, അവന് വീണ്ടും ജനിക്കേണ്ടി വരികയില്ല. അതായത് യത്കരോഷി യസ്നാശി യജ്ജുഘോഷി ദദാസി എന്ന ഭാവത്തെയും ബ്രഹ്മാർപ്പണം ബ്രഹ്മഹേർ ബ്രഹ്മാത്മവും ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം എന്ന ഈശ്വര സങ്കല്പത്തെയും ഉറപ്പിച്ചുകൊണ്ട് ആരാണോ ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ ശരീരം കൊണ്ട് അവരവരുടെ കർത്തവ്യ കർമ്മങ്ങളെ മരണമരം ചെയ്ത് ശരീരം ഉപേക്ഷിക്കുന്ന സമയത്തും ഈ ബ്രഹ്മചിന്തയിൽ പ്രബലമായിരുന്നാൽ അവൻ ഒരിക്കലും ജനിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതാണ് ജന്മകർമ്മജമേ ദിവ്യം യവം യോ വേത്തി തത്വത തെക്വാ ദേഹം പുനർജന്മ നൈതിമാമേതി സോ അർജുന എന്ന് പറഞ്ഞത്. അപ്പം ഭാവത്തിൽ അദ്വൈതം, ക്രിയയിൽ അദ്വൈതം,
നമ്മുടെ ദ്രവ്യങ്ങളിൽ ഏതേത് കർമ്മങ്ങളിൽ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ ശരീരമടക്കം ദ്രവ്യമാണ്. അതിലൊക്കെ ബ്രഹ്മമായി കാണുന്ന ബ്രഹ്മഭാവന നിലനിർത്തുന്നവന് വീണ്ടും ഒരിക്കലും ജനിക്കേണ്ടി വരികയില്ല, പുനർജന്മത്തെ പ്രാപിക്കില്ല എന്ന് ഭഗവാൻ 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണം എന്നർത്ഥം. അതുകൊണ്ട് ഈ പുസ്തകം ഗീത ആയിക്കോട്ടെ ഭാഗവതമായിക്കോട്ടെ ഇതിലെല്ലാം വെളിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ഉപനിഷത്തുക്കള്, ബ്രഹ്മസൂത്രം, ഏതേത് ദിവ്യമായ ഗ്രന്ഥങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ആ ശാസ്ത്രസത്യത്തെ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ പുസ്തക ജ്ഞാനം കൊണ്ടൊന്നും കാര്യമില്ല എന്നിവിടെ എടുത്തു പറയുന്നു. അത് സാക്ഷാത്കരിക്കണം. ഈ ശരീരമാധ്യം ഖലു ധർമ്മസാധനം, അതിന് ഈ ക്ഷേത്രം എന്ന ധർമ്മക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ശരീരമാണ് ഈ പറയുന്ന സാക്ഷാത്കാരത്തിന് കാരണമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനെ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്. ധ്യാനേന ആത്മനി പശ്യന്തി കേചിത് ആത്മാനമാത്മന അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരെ. ഇനി ഈശ്വര സാക്ഷാത്കാരം നമുക്ക് ഈ ജന്മത്തിൽ സാധിച്ചില്ലെങ്കിൽ തന്നെ ഉത്കൃഷ്ടമായ ജന്മത്തിലേക്ക് പോണം, അതനുസരിച്ചുള്ള ജന്മമെങ്കിലും കിട്ടണമെന്ന് അതിനു വേണ്ടിയിട്ടെങ്കിലും പ്രവർത്തിച്ചുകൂടെ? ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട് അതിനെ അധപ്പതിപ്പിക്കാതെ ഈ കിട്ടിയിട്ടുള്ള ആധ്യാത്മികതയിൽ നിത്യനായിക്കൊണ്ടിരുന്ന് തത്വജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ പ്രയോജനമാണ് ഉത്കൃഷ്ടമായ ജന്മം. മനുഷ്യജന്മത്തിൽ തന്നെ ഉത്കൃഷ്ടമായ ജന്മത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ച് അതനുസരിച്ചു കൊണ്ട് ബ്രഹ്മനിഷ്ഠനായി ഇല്ലെങ്കിൽ ആധ്യാത്മികയിൽ ഈ പറയുന്ന ഗീതയിൽ തന്നെ ഉറച്ചു നിന്നാൽ അതനുസരിച്ചുള്ള ജന്മത്തിലേക്ക് പോകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ധ്യാനേന ആത്മനി പശ്യന്തി കേചിത് ആത്മനെ അന്യ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരെ. അതുകൊണ്ട് ചിലർ ആത്മാവിനെ ധ്യാനം കൊണ്ട് തന്നിലൂടെ തന്നിൽ തന്നെ കാണുന്നു, മറ്റു ചിലർ സാഖ്യവും കൊണ്ട്, മറ്റു ചിലർ കർമ്മയോഗം കൊണ്ടും ആത്മാവിനെ കാണുന്നു. അതായത് മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് വിനിവർത്തിച്ച് ബുദ്ധിയിൽ ഒതുക്കി ഏകാഗ്രമാക്കി ഇടമുറിയാതെ തൈലധാര പോലെയുള്ള ചിന്തനമാണ് ധ്യാനം. അതായത് ബ്രഹ്മത്തെ പറ്റി ധ്യാനിക്കുക അഥവാ ഈശ്വരനെ പറ്റി ധ്യാനിക്കുക, യുക്തിപൂർവമായിട്ട് ശാസ്ത്ര വിചാരം ചെയ്ത് പരമതത്വത്തിലെത്തുന്ന ജ്ഞാനമാർഗമാകുന്നു. സാഖ്യം സ്വാർത്ഥകാമനകൾ വെടിഞ്ഞ് യജ്ഞഭാവനയോടെ കർമാനുഷ്ഠാനങ്ങളുമാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അതായത് ഈ ഭാവനയിലേക്ക് ഈ തത്വജ്ഞാനത്തിന്റെ പ്രയോജനം മനസ്സിലാക്കിയിട്ട് ആധ്യാത്മിക ജ്ഞാനം നേടി അതനുസരിച്ചു കൊണ്ട് നമ്മുടെ കർത്തവ്യ കർമ്മങ്ങളെ ചെയ്യുന്നതാണ് യഥാർത്ഥ കർമ്മയോഗം. അതായത് നമ്മൾ എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും അതൊക്കെ ഉത്കൃഷ്ടമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഈശ്വര പ്രാപ്തിക്ക് ഉതകുന്നതായ കർമ്മം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യുന്നതാണ് യഥാർത്ഥ കർമ്മയോഗം. അത് ഈ ശരീരം കൊണ്ട് സാധിച്ചാൽ അതിനനുസരിച്ചുകൊണ്ട്, അതായത് ആധ്യാത്മിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇതൊക്കെ മനസ്സിലാക്കിയാൽ പുസ്തകജ്ഞാനം മാത്രമല്ല ഈശ്വര സാക്ഷാത്കാരത്തിന് സാധ്യമല്ല എന്ന് പറഞ്ഞു. പുസ്തകജ്ഞാനം നേടിയിട്ട് അതനുസരിച്ചുകൊണ്ട് അതിനെ സാക്ഷാത്കരിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും കൊണ്ട് ആദ്യം ചിന്തിക്കണം അതേപ്പറ്റി. ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ചിന്താതലത്തിൽ നിരന്തര ചിന്തയായിട്ട് മാറി അതനുസരിച്ച് കൊണ്ട് നമുക്ക് ചിന്തിക്കാനും സാധിക്കണം, അതനുസരിച്ച് പറയാൻ സാധിക്കണം, അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കണം. അതാണ് ഈശ്വര സാക്ഷാത്കാരം. തത്വജ്ഞാനത്തിന്റെ പ്രയോജനം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നതോ പുസ്തകത്തിൽ നിന്ന് കിട്ടിയതോ അനുഭവിച്ചറിയണമെങ്കിൽ അത് അനുഭവിച്ചറിയലാണ് സാക്ഷാത്കാരമെങ്കിൽ നമ്മുടെ ചിന്തയിൽ ഈ പറഞ്ഞ തത്വങ്ങൾ ഓർമ്മ വേണം, അതനുസരിച്ചു കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം, അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കണം. അതാണ് 17-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്ന ശ്രദ്ധാത്രയത്തിൽ ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്, വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്, മനസ്സുകൊണ്ട് ചെയ്യേണ്ട തപസ് എന്ന് പറഞ്ഞാൽ അവിടെ ഭാവനയിൽ അദ്വൈതം വരണം, ചിന്തയിൽ അദ്വൈതം വരണം, പ്രവൃത്തികളിൽ അദ്വൈതം വരണം, ഏതേത് ദ്രവ്യങ്ങൾ ഉപയോഗിച്ചാൽ അതിലും അദ്വൈതം വരണം. അതാണ് ആ സാക്ഷാത്കാരത്തിന്. സ്വാർത്ഥകാമനകൾ വിട്ടുകൊണ്ട് വെടിഞ്ഞ യജ്ഞഭാവനയുടെ കർമാനുഷ്ഠാനമാണ് യഥാർത്ഥ കർമ്മയോഗം. പിന്നെ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ കർമ്മയോഗമാണ്. അതൊക്കെ ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്ന വിധത്തിലുള്ള കർമ്മങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അത് അനുഷ്ഠിക്കുന്നതാണ് യഥാർത്ഥ കർമ്മയോഗം. ജനിച്ചാൽ മരണം വരെ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. ആ ചെയ്യുന്നതൊക്കെ ഈശ്വര അർപ്പണമായിട്ട് മാറിയാൽ അത് കർമ്മയോഗമായി മാറും. പിന്നെ പുനർജന്മത്തെ പ്രാപിക്കേണ്ടതായ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകേണ്ടി വരികയില്ല എന്നർത്ഥം.
അന്യേ ദ്വേവമജാനന്ദ സുത്വാത് അന്യേഭ്യ ഉപാസതേ തേ തപി ചാതിരന്ത്യേവ മൃത്യും സുതിപരായണ. ഈ വിധം, അതായത് ധ്യാന ജ്ഞാന കർമ്മമാർഗങ്ങളെ കൊണ്ട് അറിഞ്ഞുകൂടാത്ത മറ്റുള്ളവരാകട്ടെ അന്യജനങ്ങളിൽ നിന്ന്, ഗുരുക്കന്മാരിൽ നിന്ന്, സജ്ജനങ്ങളിൽ നിന്നോ കേട്ടറിഞ്ഞ് ഉപാസിക്കണം. അപ്പൊ ഈ പുസ്തകജ്ഞാനം കൊണ്ട് നിങ്ങൾക്ക് ഇതങ്ങോട്ട് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിലത്തെ കാര്യം പറഞ്ഞു. ഇത് പഠിക്കണം. അത് പഠിച്ചിട്ടും നിങ്ങൾക്ക് ഈ അദ്വൈത ബോധം ഉറക്കുന്നില്ല എങ്കിൽ അതുകൂടെ ഇവിടെ ഭഗവാൻ പറയണം. അതും ശരീരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. ഈ വിധം ധ്യാന ജ്ഞാന കർമ്മമാർഗങ്ങൾ, 3 മാർഗം: ധ്യാനം ചിന്തിക്കണം, പിന്നെ കർമ്മം പ്രവർത്തിക്കണം, ജ്ഞാനം നേടണം, അതായത് യഥാർത്ഥ ജ്ഞാനം നേടിക്കൊണ്ട് കർമ്മമാർഗത്തിലേക്ക് ഇറങ്ങണം. ഇത് ചെയ്യാൻ സ്വന്തം ശരീരം കൊണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ചുകൊണ്ട് അറിഞ്ഞുകൂടാത്ത സാധാരണ ജനങ്ങൾ അന്യജനങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാരിൽ നിന്നോ അതുപോലുള്ള അറിവുള്ള അനുഭവജ്ഞാനമുള്ള തത്വദർശികളായുള്ള സജ്ജനങ്ങളിൽ നിന്നോ കേട്ടറിയണം എന്നാ പറയണം ആദ്യം പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താ? നിങ്ങൾക്കിപ്പം ഇതിനൊന്നും സാധിക്കില്ല, ഇതിനൊന്നും കഴിവില്ല, എത്ര പഠിച്ചാലും എത്രയൊക്കെ കേട്ടാലും അത് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുകൊണ്ട് നിരന്തരം കേൾക്കുക. അതുപോലെ സജ്ജനങ്ങളിൽ നിന്ന് കേട്ടറിഞ്ഞിട്ട് ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തയും വാക്കും അത് ഇത് തുടരെയുള്ള ശ്രമം കൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. ശ്രവണപാരായണരായ അവരും മരണത്തെ അതിക്രമിക്കും. അപ്പൊ മരണത്തെ അതിക്രമിക്കുക എന്ന് പറഞ്ഞാൽ ജനന മരണ സ്വരൂപമായിരിക്കുന്ന സംസാരത്തെ അതിക്രമിക്കുന്നു എന്നർത്ഥം. ഉപാസന മാർഗം അഥവാ ഭക്തിയോഗമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ശരീരം, മനുഷ്യ ശരീരം കിട്ടിയിട്ടുള്ളതിൻ്റെ ഏറ്റവും ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈശ്വരപ്രാപ്തിക്കാണ്. മനുഷ്യ ശരീരം ശ്രേഷ്ഠമായ ജന്മം, പരിണാമങ്ങൾക്ക് വിധേയമായി നമുക്ക് കിട്ടിയിട്ടുള്ള ദിവ്യമായ ജന്മം ഈ മനുഷ്യ ശരീരമാണ്. ദിവ്യം, ഈശ്വരനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹം, ഒരു ഉത്കൃഷ്ടമായ ജന്മമാണ് മനുഷ്യജന്മം. ആ മനുഷ്യജന്മത്തിലൂടെ ഈ ഒരു അവസ്ഥയിലേക്ക് മരണത്തെ അതിക്രമിക്കണം നമ്മൾ. അതായത് ജനന മരണങ്ങൾക്ക് കാരണം ശരീരമാണ്. ആ ശരീരത്തിലൂടെ സ്വഭാവശുദ്ധീകരണ, അന്ധകരണ ശുദ്ധി നേടി ഈശ്വരിലേക്ക് എത്തിയാൽ മാത്രമേ മരണത്തെ അതിക്രമിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതിന് സ്വയം പുസ്തകങ്ങൾ നോക്കിയിട്ടോ അല്ലെ ശാസ്ത്രവിചാരം ചെയ്തിട്ടോ ധ്യാന കർമ്മമാർഗങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് പ്രാപ്തിയില്ല. ഇല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് പലരും ചോദിക്കുമല്ലോ, എനിക്കിതിനൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രേഷ്ഠതയിലേക്ക് എത്തി ഗുണദോഷങ്ങളെ തിരിച്ചറിയാൻ തന്നെ ബുദ്ധിമുട്ടാണെന്ന് പലരും പറയുന്നുണ്ട്. അപ്പം ആ അവസ്ഥയിലാണെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്ന് കേട്ട് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാം. എത്ര പ്രാവശ്യം വേണമെങ്കിലും കേൾക്കാം. കേട്ടറിഞ്ഞ് അതിൽ ഉറപ്പിക്കണം. അപ്പൊ ശ്രവണപാരായണന്മാരായിക്കൊണ്ട് കേട്ടിട്ട് വീണ്ടും പഠിക്കുക, സ്വയം പഠിക്കുക. അപ്പൊ കുറച്ചൊക്കെ മനസ്സിലാകും. അങ്ങനെ പല പ്രാവശ്യം ആവർത്തിക്കുമ്പോഴോ അതിൽ ഉറയ്ക്കും. അപ്പോൾ മരണത്തെ നമുക്ക് ഈ പറയുന്ന ഒന്നുമില്ലെങ്കിലും ശ്രേഷ്ഠമായ ജന്മത്തിലേക്ക്, ഉത്കൃഷ്ടമായ ജന്മത്തിലൂടെ കുറച്ചൊക്കെ ഗുണദോഷങ്ങളെ തിരിച്ചറിയപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ തിരിച്ചറിയാൻ പാകത്തിനുള്ള ജന്മത്തിലേക്ക് പോകുന്ന ഉത്കൃഷ്ടമായ ജന്മമാണ്. അങ്ങനെയും കാലക്രമത്തിൽ നിങ്ങൾക്ക് ഈശ്വരനെ സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ്. അതിനൊക്കെ ഈ ശരീരമാധ്യം ഖലു ധർമ്മ സാധനം. അതുകൊണ്ട് ഈ ശരീരത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തന്നെ, ശരീരം എന്താണെന്നും ശരീരത്തിലൂടെ പ്രകടമാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്നും അതിൽ നിന്നൂടെ നമുക്ക് പ്രകടമാകുന്ന ഭാവം എന്താണെന്നും ഒക്കെ മനസ്സിലാക്കി തന്നുകൊണ്ട് ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈശ്വര സാക്ഷാത്കാരം നേടാം എന്നാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത് എന്നർത്ഥം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഇത് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായനമാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.